എൻ്റെ കൂട്ടുകാരെ, ഇതാണ് നമ്മളിന്ന് പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് കുയിലുമല കേട്ടോ. ഉയ്യോ, ഒന്നും പറയാനില്ല. ഐറ്റം ഭൂമിയിലൊരു സ്വർഗം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതണ്ടേ ഇതുപോലെ. അങ്ങനെ എല്ലാവരും പറയും, ഇത് എല്ലാ സ്വർഗത്തിലും പെടുന്ന പോലെ ഒരു സ്വർഗ്ഗം ഇത്. എന്നെയുള്ളൂ ഐറ്റം കൊള്ളാം കേട്ടോ. ഉയ്യോ, മഞ്ഞും കാറ്റും തണുപ്പും. ഓഹോ, ഇത് പറയുമ്പോൾ ഇതേണ്ട കയ്യക്കോടി കുളി കോരി നിൽക്കുന്നു. കാറ്റെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ അമ്മ എന്നെ കാറ്റല്ലേ നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നു തോന്നുക. ഈ ഷർട്ട് അങ്ങ് ഊരി എറിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഷർട്ട് അങ്ങ് പോയി കട്ടപ്പനയിൽ പോയി കിടക്കുമെന്ന് തോന്നുന്നു. അത് കൂട്ട് കാറ്റ്. ഊഹു, എന്നാണല്ലോ ഐറ്റം കൊള്ളാം കേട്ടോ. നമ്മളിത് നേരത്തെ വരേണ്ടതായിരുന്നു. ഓ, സംവിധാനം കൊള്ളാം. ഇത് ഈ സ്ഥലം എന്ന് പറയുമ്പോഴത്തേക്കും സമുദ്രത്തിൽ നിന്ന് സുമാർ 3176 അടി ഉയരം ഏറെക്കുറെ വരും. ഞാൻ ജഡ്ജ് ചെയ്തതല്ല, നമ്മൾ ഗൂഗിളിൽ നോക്കിയതാണ്. അത്രയും ഉയരം വരുന്നതാണ്. ഒന്ന് റിലാക്സ് ചെയ്യാൻ, ഒന്ന് പിള്ളേരൊക്കെ ആയിട്ട് മടുത്തിരിക്കുമ്പം, ഒന്ന് ജോലി കഴിഞ്ഞ് ഒന്ന് വിഷമിച്ചിരിക്കുമ്പം, എന്തെങ്കിലും കുടുംബ പ്രശ്നങ്ങളുണ്ടായി തകർന്നിരിക്കുമ്പം ഇവിടെ ഒന്ന് വന്നിരുന്നാൽ തീരാവുന്ന പ്രശ്നങ്ങൾ നമുക്കുണ്ടെന്ന് തോന്നും. പക്ഷേ പ്രശ്നങ്ങൾ തീരുകയല്ല, അത് തീരണം നമ്മൾ തന്നെ വിചാരിക്കണം. എന്നാലും ഇങ്ങനെ ചുമ്മാ വന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കാം. ഇവിടെ വരുമ്പോഴത്തേക്കും 3 തരം ക്ലൈമറ്റുകളിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. 3 ഋതുഭേദങ്ങൾ ഒറ്റ ദിവസം നമുക്ക് അനുഭവിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത. രാവിലെ വരുമ്പോഴത്തേക്കും മഞ്ഞിനാൽ മൂടി നിറയ്ക്കുന്നതിനാൽ നമുക്കൊന്നും ദൃശ്യഫാതകം സംഭവിക്കുന്നില്ല. പക്ഷേ ഉച്ചയ്ക്ക് വരികയാണെങ്കിൽ ആ വെയിലിൻ്റെ ഇത് കീറി മുറിയുന്ന വെയിൽ പ്രകാശത്താൽ നമുക്കിതെല്ലാം കാഴ്ചയ്ക്ക് സാധ്യമാവുകയും നമുക്കിത് ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് തോന്നിപ്പോവുകയും ചെയ്യും. പക്ഷേ വൈകിട്ട് വീണ്ടും വരുമ്പോൾ ഇത് വീണ്ടും ഈ ക്ലൈമറ്റ് മഞ്ഞിനാൽ മൂടപ്പെട്ട് നമുക്കൊന്നും കാണാൻ സാധിക്കാതെ വേറൊരു അപക്ഷമായ ഋതുഭേദത്തിലേക്ക് നമ്മൾ വഴുതി വീഴുകയാണ്. അങ്ങനെ പലതരം ഋതുഭേദങ്ങൾ ഒറ്റ സ്ഥലത്ത് ഒരു ദിവസം കാണണമെങ്കിൽ നിങ്ങൾ പോരൂ കുയിലുമല. കാറ്റെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ അമ്മ എന്നെ കാറ്റല്ലേ നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നു തോന്നുക. ഈ ഷർട്ട് അങ്ങ് ഊരി എറിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഷർട്ട് അങ്ങ് പോയി കട്ടപ്പനയിൽ പോയി കിടക്കുമെന്ന് തോന്നുന്നു. അത് കൂട്ട് കാറ്റ്. ഊഹു, എന്നാണല്ലോ ഐറ്റം കൊള്ളാം കേട്ടോ. നമ്മളിത് നേരത്തെ വരേണ്ടതായിരുന്നു. ഓ, സംവിധാനം കൊള്ളാം. പക്ഷെ ഇതിൻ്റെ കുത്തനെ ഞാൻ കിടക്കുക കേട്ടോ. ഇതുവഴി എങ്ങനെ കയറിപ്പോന്ന് ഞാൻ ഓർക്കുക. ഉയ്യോ, ഇത് പണ്ട് മുളക് പറിക്കാൻ കൊടിയെ കയറുന്നതിനേക്കാളും കയറ്റം. ഇത് പിടിച്ച് കയറിയില്ല പണി കിട്ടും കേട്ടോ. കാലൊന്നും സ്ലിപ്പായാൽ നമ്മൾ തന്നെ താഴെ കിടക്കും. എൻ്റെ അമ്മോ, ഒറ്റ നോട്ടം നോക്കിയാലേ അതൊരു ആനയുടെ പുറം വന്നില്ല വരുള്ളൂ. അത് കൂട്ട് പാറയല്ലേ. നമ്മൾ ആദ്യം ഓർത്തത് ആനപ്പുറമാണെന്നാണ് ഓർത്തത്. എന്നതാണെങ്കിലും അയ്യോ, ആനയായിരുന്നേ പണി കിട്ടിയാനെ. ഇതെന്നതാണെങ്കിലും പാറ ആയതുകൊണ്ട് രക്ഷപ്പെട്ടു. അയ്യോ, നമ്മൾ എന്നാണെങ്കിലും ഇവിടെ വരാനിച്ചിട്ട് താമസിച്ച് പോയെന്ന് സംശയമുള്ളൂ കേട്ടോ. അങ്ങനെ തോന്നിപ്പോവും. കാരണം നമ്മൾ ഇത്രയും നാൾ ഇവിടെ അടുത്തുണ്ടായിട്ട് ഈ ഒരു സ്ഥലമേ ഇപ്പോഴല്ലേ പിടികിട്ടുന്നേ. ഓഹോ, പക്ഷെ ഇതിൻ്റെ കുത്തനെ ഞാൻ കിടക്കുക കേട്ടോ. ഇതുവഴി എങ്ങനെ കയറിപ്പോന്ന് ഞാൻ ഓർക്കുക. ഉയ്യോ, ഇത് പണ്ട് മുളക് പറിക്കാൻ കൊടിയെ കയറുന്നതിനേക്കാളും കയറ്റം. ഇത് പിടിച്ച് കയറിയില്ല പണി കിട്ടും കേട്ടോ. കാലൊന്നും സ്ലിപ്പായാൽ നമ്മൾ തന്നെ താഴെ കിടക്കും. എൻ്റെ അമ്മോ, എനിക്ക് തോന്നുന്നു ഈ ബിയർ അടിച്ച് ചെറിയ വൈബിന് വേണ്ടി ബിയർ അടിക്കുന്നതും മദ്യപിക്കുന്നവർക്ക് ഞാൻ നോക്കിയിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒന്ന് വന്നാൽ നമുക്ക് അതേ ഒരു ഫീലാണ് കിട്ടുന്നത്. കാരണം ഒന്നും അടിക്കണ്ട. കാരണം ഈ ബിയർ ചിൽഡ് ബിയർ ചിലർ അടിക്കുന്നതിന് ആ ഒരു വൈബല്ലേ, അതിൻ്റെ ഇരട്ടി വൈബാണ് ഇതാണ്ട്. കാരണം ഈ തണുപ്പില്ലേ, നല്ല തണുപ്പ് ഇതാണ്ട് ഉച്ചി മുതൽ പാദം വരെ തണുപ്പ് തന്നെ ഇങ്ങനെ ഗിളിഗിളിഗ്ലാന്ന് പറഞ്ഞ് വരിക. ഗിളിഗ്ലാന്ന് ഈ തണുപ്പ് ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്കൊരു പ്രത്യേക ഒരു കുളിർമയാണ്. ഈ കുളിർമേൽ ഇങ്ങനെ നമ്മളിങ്ങനെ നടക്കുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ വേറൊരു ലോകത്തുകൂടെ ഇങ്ങനെ സഞ്ചരിക്കുക. ഈ സഞ്ചാരമാണ് ഇങ്ങനെ നമ്മളിങ്ങനെ മുന്നോട്ട് നയിക്കുന്നത്. ഇതെല്ലാം ജീവിതത്തിൻ്റെ ഒരു പ്രതീക്ഷയാണ്. നമ്മളിത് എങ്ങോട്ട് പോകുന്നോ, എന്താ സംഭവിക്കുന്നതെന്നോ, ആ മലയുടെ മുകളിൽ എന്താണെന്നുള്ളത് തന്നെ ഒരു അൺഎക്സ്പെക്റ്റഡ് മൂവ്മെൻറ്റ് ഓഫ് ദി ലാൻഡ് ഓഫ് ദി യൂണിവേഴ്സ് ഇല്ലേ, അതാണ് ഈ ഫ്രണ്ടിൽ കാണുന്നത്. അങ്ങനെ നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പം കിട്ടുന്ന ഒരു സുഖം. ആഹാ, ഇതാണ് ജീവിതം. ഇതൊക്കെയാണ് ജീവിതത്തിൽ വേണ്ടത്. നിങ്ങൾ ഈ സ്ഥലത്തെ ഇങ്ങനെ ഇതുപോലെ പൊക്കിയടിക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഓർക്കാൻ സാധ്യതയുണ്ട്, ഇതിനിയും നമ്മുടെ ചാച്ചൻ്റെ വല്ലതും സ്ഥലമാണോ, ഇതിനെയും പ്രൊമോട്ട് ചെയ്ത് ഇവിടെ ആളെ വന്നാൽ നമ്മൾ കോടീശ്വരന്മാരാവൂ, അതിനുള്ള സംവിധാനമാണോ എന്ന് നിങ്ങൾ ഓർക്കും. നമ്മുടെ ചാച്ചൻ വെട്ടിപ്പിടിച്ച നല്ല പാറമടയാണ്. അത് നമുക്കവിടെ വേറെ കിടപ്പുണ്ട്. അവിടെ ടൂറിസ്റ്റുകൾ പോയിട്ട് പട്ടികൾ പോലും അതുവഴി വരുന്നില്ല. ഇതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടിയ ഒരു വൈബ് നിങ്ങളിലേക്ക് നമ്മളിങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാന്നുള്ളൂ. ഈ പോസിറ്റീവ് എനർജി ഇങ്ങനെ നമ്മളിങ്ങനെ ഷെയർ ചെയ്യുകയല്ലേ, ആ ഒരു സിസ്റ്റമാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. എന്നതാണേലും ഇതുവഴി ഒന്ന് നടന്നു കഴിയുമ്പം ഇതിൻ്റെ മുകളിൽ നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിലേക്ക് വരികയാണ്.
ഇപ്പം പാചകം അറിയാത്തില്ല ഒരാൾക്ക് ഈ സ്ഥലത്തുനിന്ന് വന്നു കഴിയുമ്പോഴത്തേക്കും ഇന്നെന്നാൽ വീട്ടിൽ ചെന്ന് ഇച്ചിരി കറി അങ്ങ് വെച്ചേക്കാം, ഇച്ചിരി കടച്ചക്ക കറി അങ്ങ് വെച്ചേക്കാം, അല്ലെങ്കിൽ ഇച്ചിരി ബീട്രൂട്ട് തോരൻ അങ്ങ് വെച്ചേക്കാം, അല്ലെങ്കിൽ ഒരു ചമ്മന്തി അങ്ങ് അരച്ചേക്കാം എന്നൊരു തോന്നൽ നമുക്കങ്ങ് തോന്നുക. ഇപ്പം പഠിക്കാൻ സാധിക്കാതിരിക്കുന്ന ഒരു കുട്ടി, ഒരു ബാലൻ, ഒരു വിദ്യാർത്ഥി ഇവിടെ വരികയാണെങ്കിൽ അവൻ ഓർക്കുകയാണ് ഇന്നെന്നാൽ വീട്ടിൽ ചെന്ന് ഇച്ചിരി പഠിച്ചേക്കാം. അതൊക്കെയല്ലേ ജീവിതത്തിൻ്റെ എന്തെങ്കിലും ഒരു മാറ്റം വേണ്ടേ? അതുപോലെ ഇപ്പം ഡിപ്രഷനായിട്ടിരിക്കുന്ന ഒരാളിങ്ങനെ വന്ന് ഇവിടെ എനിക്കാണെങ്കിൽ തോന്നുക എന്നാൽ താഴേക്ക് ചാടിയേക്കാന്നല്ല, നമുക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാണ്ട് അങ്ങനെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്തേക്കാമെന്ന് തോന്നുക. അങ്ങനെ പലതരം പോസിറ്റീവ് എനർജികളുടെ ഒരു കൂമ്പാരമാണ് ഇവിടം. അത് നമുക്ക് വന്ന് ഇതുവഴി ഒന്ന് സഞ്ചരിച്ച് ഈ മലയുടെ മുകളിലോട്ട് ഇങ്ങനെ ഒരു അതിസാഹസ്യമായി കയറിയാലേ നമുക്ക് അതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാകുകയുള്ളൂ. അതിനുവേണ്ടി ഇങ്ങനെ ഈശ്വരൻ ഒരുക്കിയ ഒരു പ്രപഞ്ചത്തിലെ ഒരു സ്ഥലം, അല്ലെങ്കിൽ ഒരു പ്രഹേളിക എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ഒരു പ്രത്യേകതരം സ്ഥലമാണ് ഇത്. അങ്ങനെയാണ് നമുക്ക് ഇതിനെപ്പറ്റി പറയാൻ സാധിക്കുക. ഇതുവഴി ഇങ്ങനെ മഞ്ഞും കാറ്റ് പിടിച്ച് ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും പണ്ട് ഏതോ ഒരു കവി പറഞ്ഞ വരികളാണ് മനസ്സിലോട്ട് വരുന്നത്. മഞ്ഞുകാലം നോൽക്കും കുഞ്ഞു പൂവിൻ കാതിൽ കാറ്റുമൂളും പാട്ടിൻ പേരെന്ത്? ആ പേരാണോ ഈ സ്ഥലമെന്ന്, ആ ചോദ്യത്തിന് ഉത്തരമാണോ ഈ സ്ഥലമെന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള മഞ്ഞും കാറ്റും. ഇത് ലൈഫ് ടൈമിൽ ഒരു പ്രാവശ്യം ഇതുവഴി ഒന്ന് വരാനുള്ളതുണ്ട്. അതിനുള്ള ഐറ്റം ഉണ്ട് ഇവിടെ. ഇവിടുന്ന് ആൾക്കാർ ട്രെയിൻ കയറി വണ്ടി പിടിച്ച് ഷെയർ ടാക്സി ഇട്ട് നേരെ നമ്മുടെ ഹരിഹർ ഫോർട്ട് മഹാരാഷ്ട്രയിൽ കയറാൻ പോയിട്ടുണ്ട്. നമ്മളും പോയിട്ടുണ്ട്. കയറി അവിടെ ചെന്ന് സാഹസികതയുടെ ഇത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നമ്മളങ്ങോട്ട് കയറാനുണ്ട്. പക്ഷേ അതിനേക്കാളും ഇതണ്ടേ, അല്ലെങ്കിൽ അതിനേക്കാളും ആ ഒരു സെറ്റപ്പിലുള്ളൊരു സ്ഥലമാണ് ഇതണ്ടേ ഇവിടെ ഇത്. അവിടെ അതിൻ്റെ മുകളിൽ കയറി കുരങ്ങന്മാർ ബാഗ് പിടിച്ച് വരയ്ക്കുന്ന ശല്യം ഉണ്ടാകുമ്പോൾ ഇവിടെ കുരങ്ങന്മാരുടെ ശല്യമില്ലെന്നുള്ളതൊരു പോസിറ്റീവാണ്. അങ്ങനെ ഇതുവഴി നേരെ നമ്മളിങ്ങനെ അഡ്വഞ്ചറസ് ആയിട്ട് സാഹസികപരമായിട്ട് ഇച്ചിരി ഫിസിക്കലി ഇച്ചിരി ഫിറ്റായുള്ളവർക്ക് ഈ സ്ഥലവും നമ്മൾ സജസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഒരു 90 കഴിഞ്ഞ അമ്മമാരും ഗർഭിണികളായവരും കുട്ടികളും ദയവ് ചെയ്ത് ഇതുവഴി വരരുത് എന്ന് കൂടി നമ്മൾ ഇവിടെ ഓർമ്മിപ്പിക്കുക. കാരണം അതിന് മാത്രം പ്രാധാന്യവും പ്രത്യേകതരം നിരീക്ഷണ പാഠവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു അഡ്വഞ്ചർ സാഹസിക യാത്ര നമുക്ക് വിജയിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ.